നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത നിർമ്മാണം ഏപ്രിൽ പൂർത്തീകരിക്കും. ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകി. മാള ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. വി.ആർ. സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരൻ ജയിൽ ചാടി. ബാലമുരുകൻ എന്ന തടവുകാരനാണ് ജയിൽ ചാടിയത്. കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമായിരുന്നു ജയിൽ ചാടുമ്പോൾ വേഷം. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത നിർമ്മാണം ഏപ്രിൽ പൂർത്തീകരിക്കും. ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകി. വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്ന് ഏകോപനം നടത്തി തുടർച്ചയായി മോണിറ്ററിംഗ് നടത്തണമെന്ന ഹൈക്കോടതി നേരത്തെ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അഫിഡവിറ്റ്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത 250 കോടി ചെലവ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന പണി ഏപ്രിൽ മാസത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ എടുത്തുവെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകി. PWD, കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി, KSEB തുടങ്ങി വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്ന് ഏകോപനം നടത്തി തുടർച്ചയായി മോണിറ്ററിംഗ് നടത്തണമെന്ന് ഹൈക്കോടതി നേരത്തെ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അഫിഡവിറ്റ്. പരാതിക്കാരും സോഷ്യൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് പ്രവർത്തകരും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറെ കണ്ട് പണി നടക്കാത്ത സ്ഥലങ്ങൾ, ഭാഗികമായി പണി നടന്ന സ്ഥലങ്ങൾ, അപകട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഫോട്ടോകൾ സഹിതം ജില്ലാ കളക്ടറെ ബോധിപ്പിച്ചിരുന്നു. പൊതുപ്രവർത്തകരായ PA സീതി, PA കരുണാകരൻ എന്നിവരാണ് അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖാന്തരം ഹൈക്കോടതിയെ സമീപിച്ചത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. MLA അഡ്വക്കേറ്റ് വി.ആർ. സുനിൽകുമാർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയകാല ഓർമ്മകളിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ കലോത്സവം. കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ തന്നെ നമ്മൾ അയവിറക്കപ്പെടുന്നതും ഇത്തരം വേദികളിലൊക്കെ തന്നെയാണ്. ആ ഒരു സുഖവും സൗന്ദര്യവും ജീവിതത്തിലുണ്ടാവുന്ന നല്ല അനുഭവങ്ങളും ഒന്നും തന്നെ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതം എവിടെയാണ് നമുക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ആ സ്വതന്ത്രമായിട്ടുള്ള ജീവിതം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫോട്ടോട്ടില്ലേ. അപ്പോൾ ആ സ്വതന്ത്രമായിട്ടുള്ള ജീവിതം നമുക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കുട്ടിക്കാലത്ത് തന്നെയാണ്. ഒരു കലാലയ ജീവിതവും അതുപോലെ തന്നെ വിദ്യാലയ ജീവിതവും ഒക്കെ ആ ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് നമുക്ക് ഇന്നും കിട്ടിയിട്ടുള്ളത്. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, സജി C പോൾസൺ, സിനി ആർട്ടിസ്റ്റ് CG പ്രദീപ്, പ്രിൻസിപ്പൽ I ജയ, CA ഷാജി, PR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവം നവംബർ 6-ന് സമാപിക്കും. സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരൻ ജയിൽ ചാടി. ബാലമുരുകൻ എന്ന തടവുകാരനാണ് ജയിൽ ചാടിയത്. കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമായിരുന്നു ജയിൽ ചാടുമ്പോൾ വേഷം. തിങ്കളാഴ്ച രാത്രിയായിരുന്നു ജയിൽ ചാടിയത്. തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു രക്ഷപ്പെട്ടത്. കാറിൽ കയറി രക്ഷപ്പെട്ടതായി സംശയമുണ്ട്. പോലീസ് തൃശൂർ നഗരത്തിൽ വ്യാപക പരിശോധന നടത്തുന്നു. 1 വർഷം മുൻപും സമാന രീതിയിൽ ഇയാൾ ജയിൽ ചാടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അന്ന് തമിഴ്നാട് പോലീസിന്റെ ബസ്സിൽ നിന്നാണ് ചാടിയത്. മാള ഗ്രാമപഞ്ചായത്ത് ചക്കാമ്പറമ്പിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. വി.ആർ. സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 44 നമ്പർ അംഗൻവാടി ചക്കാമ്പറമ്പ് നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായിട്ട് നിർവഹിച്ചായിട്ട് ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. ആദ്യമായിട്ട് പുന്നക്കപ്പറമ്പിൽ ട്രസ്റ്റിന് എല്ലാവിധ അഭിനന്ദനവും ഞാൻ നേരുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് നിങ്ങൾക്ക് ഈ ഫണ്ട് അനുവദിക്കപ്പെട്ടത്. 38,40,48,000 രൂപയാണ് ഈ അംഗൻവാടിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടത്. ബഹുമാനിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് എല്ലാവിധ അഭിനന്ദനവും ഈ വേദിയിൽ.
പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ഊക്കൻ, പഞ്ചായത്ത് അംഗങ്ങളായ MU ബിനിൽ, ലിസി സേവ്യർ, അമ്പിളി സജീവ്, TV യദുകൃഷ്ണ, മാള പഞ്ചായത്ത് സെക്രട്ടറി ER ശാന്തി, R പ്രകാശൻ, PD ദിനേശ്, PK സോമനാഥൻ, PK പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ആളൂർ പഞ്ചായത്തിന്റെ ചിരകാല സ്വപ്നമായ പോലീസ് സ്റ്റേഷൻ സാക്ഷാത്കരിച്ചത് UDF ഭരണകാലഘട്ടത്തിൽ ഇരിങ്ങാലക്കുട MLA ആയിരുന്ന തോമസ് ഉണ്ണിയാടന്റെ പരിശ്രമ ഫലമായാണെന്ന് കേരള കോൺഗ്രസ് അവകാശപ്പെട്ടു. ഉദ്ഘാടനം നടന്നതിനു ശേഷം സാങ്കേതിക കാരണം പറഞ്ഞ് LDF അത് അടച്ചുപൂട്ടാൻ ശ്രമിച്ചതും മുൻ MLA തോമസ് ഉണ്ണിയാടൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് വീണ്ടും തുറപ്പിച്ചതും പകൽ പോലെ സത്യമായിരിക്കെ ഇതൊക്കെ ബോധപൂർവം തമസ്കരിക്കുന്ന LDF സമീപനം ജനങ്ങൾക്കിടയിൽ തികച്ചും പരിഹാസ്യപരമാണെന്ന് ആളൂർ മണ്ഡലം തല കുടുംബസംഗമം കുറ്റപ്പെടുത്തി. പോലീസ് സ്റ്റേഷന് ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് വാഹനവും മറ്റും ലഭ്യമാക്കിയിട്ടും പോലീസ് സ്റ്റേഷൻ നിസ്സാരമായ സാങ്കേതികത്വം പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും സംഗമം ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് തല സമാപന കുടുംബസംഗമം ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, സേതുമാധവൻ പറയമ്പളപ്പിൽ, ഫിലിപ്പ് ഒളാട്ടുപുറം, ജോസ് അരിക്കാട്ട്, ഡെന്നിസ് കണ്ണങ്കുന്നി, ജോബി മംഗലൻ, ജോജോ മാടവന, ജോർജ് കുറ്റിക്കാടൻ, നെൽസൺ മാവേലി, ജോഷി മാടവന എന്നിവർ സംസാരിച്ചു. കുഴൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ ഹിന്ദ് ലാബ്സ് ക്ലിനിക്കൽ ലബോറട്ടറി ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ജനോപകാരപ്രദമായ ഒരു പദ്ധതിയിലൂടെ ജനകീയ സ്ഥാപനമായ സഹകരണ സംഘങ്ങളുടെ സാമൂഹ്യ പ്രസക്തി അടിവരയിട്ടുറപ്പിച്ച ഭരണസമിതിയെയും അതിൻ്റെ നേതൃത്വത്തെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ജീവിതശൈലി രോഗങ്ങളൊക്കെ വലിയ രീതിയിൽ പെരുകയാണ്. ഏതൊരാൾക്കും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന നിലയിലാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിജി യാക്കോബ്, സിൽവി സേവ്യർ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേതുമോൻ ചിറ്റത്ത്, നന്ദിത വിനോദ്, AA രാജി, PP സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത നിർമ്മാണം ഏപ്രിലിൽ പൂർത്തീകരിക്കും. ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകി. മാള ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരൻ ജയിൽ ചാടി. ബാലമുരുകൻ എന്ന തടവുകാരനാണ് ജയിൽ ചാടിയത്. കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമായിരുന്നു ജയിൽ ചാടുമ്പോൾ വേഷം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.